കുഴപ്പമൊന്നുമില്ല. ഇത് ഇപ്രാവശ്യം വിഷുവിന് തൂക്കും. നമുക്കറിയാം സ്റ്റൈൽ ആൻഡ് മെയിൻ സ്റ്റൈല്. പിന്നെ അത് പറയാത്തൊന്നുമില്ല. നല്ല ഇപ്രാവശ്യം പക്ഷെ ബിഗ് ബി ഒന്നും പോലെ ഒന്നുമില്ല കേട്ടോ. അത് കട്ടും വേറെ ലെവൽ. ഇപ്രാവശ്യം തൂക്കും. 10 കൊടുക്കാം ഗ്യാരണ്ടി. അടിപൊളി സിനിമ. ഭയങ്കര ത്രില്ലിംഗ്. ഗെയിമിങ്ങിനെ കുറിച്ചൊരു സിനിമ. പക്ഷെ നമുക്കെല്ലാം മനസ്സിലാവും എന്താണ് അതിൽ ഡിഫറെൻ്റ് ആയിട്ട് പല കാര്യങ്ങളും അതിൽ വന്നിട്ടുണ്ട്. മമ്മൂക്കയുടെ ഗെറ്റപ്പ് ആണെങ്കിലും മമ്മൂക്കയുടെ ആക്ടിങ് ആണെങ്കിലും പാവമായിട്ടും ഭയങ്കരമായിട്ടും റിയലി നൈസ്. പിന്നെ മമ്മൂക്കയുടെ ഫൈറ്റ് ഉണ്ട്. പിന്നെ ഫൈറ്റ് ഞാനൊരിക്കലും ഫൈറ്റിനെ കുറിച്ചായിരിക്കത്തില്ല കൂടുതൽ പറയുന്നത്. ബോറിംഗ് ആയിട്ടുള്ള ഫൈറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് കണ്ടിരിക്കാം. അല്ല ഭയങ്കര എല്ലായിടത്തും അപ്പം ഫൈറ്റ് അങ്ങനെയല്ല. ഇറ്റ് വാസ് ആവശ്യത്തിന് മാത്രമുള്ള ഫൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയായിരുന്നു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയത്. ഏതാ തീർച്ചയായിട്ടും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ എൻഗേജിങ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. മമ്മൂക്ക വാസ് ദി ബെസ്റ്റ്. പിന്നെ മമ്മൂക്ക മാത്രമല്ല എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഡയറക്ടറിനാണെങ്കിലും കോൺഗ്രാറ്റ്സ് ഗൗതം സാർ, ഹക്കീം എല്ലാവരും. സോ എല്ലാവർക്കും നല്ലൊരു വിഷു ആവട്ടെ എന്നാണ്. മമ്മൂക്കയുടെ ഒരു അടിപൊളി ഗിഫ്റ്റ് ആയിരിക്കും ഈ വിഷു. വെരി ഹാപ്പി ടു സീ ഹിം ബാക്ക് ലൈക്ക് ദിസ് യുനോ. ആൻഡ് ഇനിയും കൂടുതൽ സിനിമകൾ ഇങ്ങനെ ചെയ്യാൻ മമ്മൂക്കയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂപ്പർ ഹിറ്റ്. അടിപൊളി. നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എൻട്രി. സ്റ്റൈലിഷ് ആണ്. ഓൾ ഓവർ അടിപൊളി. ഗെയിമിംഗ് ബേസ് ആണ്. പക്ഷേ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് എന്താണെന്നുള്ളത് ആ ഒരു ഇത് അറിയുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സൂപ്പർ. വിജയം പറയാനില്ല. അടിപൊളി. മേക്കിംഗ് സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടോ? നല്ല പടം.